സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കരുത്തരായ ഈസ്റ്റ് ബംഗാളിനെ അട്ടിമറിച്ച് ബംഗളൂരു FC വിജയം നേടിയിരിക്കുകയാണ്. ഹോം മാച്ചിൽ ഏകപക്ഷീയമായ ഗോളിലാണ് ബംഗളൂരുവിന്റെ വിജയം. 25-ാം മിനിറ്റിൽ വിനീത് വെങ്കടേഷാണ് നിർണായക ഗോൾ കുറിച്ചത്. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FCയെ 2-3 ഗോളുകൾക്ക് ചെന്നൈയിൻ FC തോൽപ്പിച്ചിട്ടുണ്ട്. ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് തന്നെയായിരുന്നു നേരിയ മുൻതൂക്കമെങ്കിലും നന്നായി പൊരുതിയാണ് ബംഗളൂരു FC ജയിച്ചു കയറിയത്. ISL 11-ാം സീസണിലെ 3-ാം മത്സരമായിരുന്നു ഇത്. പന്ത് കൈവശം വെക്കുന്നതിൽ നേരിയ മേധാവിത്വം ഈസ്റ്റ് ബംഗാൾ പ്രകടമാക്കിയെങ്കിലും ലക്ഷ്യത്തിലേക്ക് ഷോട്ടുകൾ പായിക്കുന്നതിലും മുന്നേറ്റങ്ങൾ നെയ്യുന്നതിലും ഒപ്പത്തിനൊപ്പമായിരുന്നു ഇരു ടീമുകളും. ചെന്നൈയിൻ FCക്കെതിരെ ഒഡീഷ FC സ്വന്തം കാണികൾക്ക് മുന്നിൽ 9-ാം മിനിറ്റിൽ തന്നെ മുന്നിലെത്തി. ഭുവനേശ്വർ കലിംഗ സ്റ്റേഡിയത്തിൽ നടന്ന മാച്ചിൽ പിന്നിൽ നിന്ന് തിരിച്ചടിച്ചാണ് ചെന്നൈയിൻ വിലപ്പെട്ട 3 പോയിന്റ് കരസ്ഥമാക്കിയത്. പെനാൽറ്റിയിലൂടെ ഡിയേഗോ മൗറീഷ്യോ ആണ് ഒഡീഷയ്ക്ക് തുടക്കത്തിൽ തന്നെ ലീഡ് നൽകിയത്. എന്നാൽ 48-51 മിനിറ്റുകളിലായി ചെന്നൈയിന്റെ മറുപടി ഗോളും ലീഡും പിറന്നു. ഇരട്ട ഗോൾ നേടി ഫാറൂഖ് ചൗധരിയാണ് ശ്രദ്ധ പിടിച്ചുപറ്റിയത്. 69-ാം മിനിറ്റിൽ ഡാനിയൽ ചീമാചുക്കും ഗോൾ നേടിയതോടെ ചെന്നൈയിന് 2 ഗോളിന്റെ ലീഡായി. ഇഞ്ചുറി ടൈമിൽ ഒഡീഷ ഒരു ഗോൾ മടക്കിയെങ്കിലും അപ്പോഴേക്കും വിജയം കൈവിട്ടിരുന്നു. റോയ് കൃഷ്ണയാണ് തോൽവിയുടെ ഭാരം കുറച്ചത്. വെള്ളിയാഴ്ച മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും മുംബൈ സിറ്റി FCയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം 2-2 സമനിലയിലാണ് കലാശിച്ചത്. 2 ഗോൾ വഴങ്ങിയ ശേഷം മുംബൈ സിറ്റി അവിശ്വസനീയമായി മത്സരത്തിലേക്ക് തിരിച്ചു വന്നാണ് സമനില പിടിച്ചെടുത്തത്. കഴിഞ്ഞ ISL ചാമ്പ്യന്മാരായ മുംബൈയും ഷീൽഡ് ജേതാക്കളായ ബഗാനും തമ്മിലുള്ള കളി ആവേശം നിറഞ്ഞതായിരുന്നു. 9-ാം മിനിറ്റിലും 38-ാം മിനിറ്റിലും ആൽബർട്ടോ റോഡ്രിഗസ് നേടിയ ഗോളിന് 1-ാം പകുതിയിൽ 2-0 മുന്നിലായിരുന്നു മോഹൻ ബഗാൻ. എന്നാൽ 70-90 മിനിറ്റുകളിൽ ഗോൾ മടക്കിയാണ് മുംബൈ സമനില പിടിച്ചു വാങ്ങിയത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഈ മാസം 23-നാണ് ISLൽ മോഹൻ ബഗാന്റെ അടുത്ത മത്സരം. ജംഷഡ്പൂർ FCക്കെതിരെയാണ് മുംബൈയുടെ മത്സരം വരാൻ പോകുന്നത്. ഈ മാസം 21-നാണ് ഈ മത്സരം നടക്കുക. സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുത്തു കഴിഞ്ഞു. തിരുവോണനാളിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം നടക്കുന്നത്. പുതിയ കോച്ചിന് കീഴിൽ മഞ്ഞപ്പടയുടെ ആദ്യ മത്സരം കാണാൻ സ്റ്റേഡിയം നിറഞ്ഞു കവിയുമെന്നാണ് പ്രതീക്ഷ. കന്നിക്കിരീടം എന്ന സ്വപ്നം സഫലമാക്കാനാണ് മഞ്ഞപ്പട ഇറങ്ങുന്നത്. ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമായിരിക്കും 2024-25 സീസണിൽ ഇറങ്ങാൻ ഒരുങ്ങുന്നത് എന്നാണ് വിലയിരുത്തൽ. എല്ലാ പൊസിഷനിലും കളിക്കുന്ന താരങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ക്ലബ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച സംഘമാണ് നിലവിൽ മഞ്ഞപ്പടയ്ക്കുള്ളത്. കടലാസിലെ കരുത്ത് കളത്തിൽ കൂടി പ്രകടിപ്പിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് 2024-25 സീസണിൽ ISL ലീഗ് വിന്നേഴ്സ് ഷീൽഡ്, ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചുരുങ്ങിയത് സ്വന്തമാക്കാം. സ്വീഡിഷ് മുഖ്യ പരിശീലകൻ മൈക്കൽ സ്റ്റാറയുടെ ശിക്ഷണത്തിൽ കന്നിക്കിരീടം എന്ന സ്വപ്നം സഫലമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം.